UDF നടത്തുന്ന മലയോര സമര പ്രചരണ യാത്രയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ച് അഡ്വക്കേറ്റ് എ രാജ MLA ഇടുക്കി ജില്ലയ്ക്കകത്ത് വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഏത് സർക്കാരിന്റെ കാലത്താണ് പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളതെന്ന് തിരിച്ചറിയണമെന്നും എ രാജ MLA അടിമാലിയിൽ പറഞ്ഞു. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ വനംവകുപ്പ് മന്ത്രിയായിരിക്കെയാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറികൾ കൂടുതലായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതെന്നും എ രാജ MLA ആരോപിച്ചു. UDFന്റെ ഒരു ജാഥ ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് നമ്മുടെ ദേവികുളം മണ്ഡലത്തിൽ വരുന്നതായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇടുക്കി ജില്ലയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ വനവിസ്തൃതി കൂടുതലാക്കാൻ വേണ്ടി ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്നും കൂടെ മനസ്സിലാക്കണം. കേരളത്തിലെ ഫോറസ്റ്റ് മന്ത്രിയായിരുന്ന ശ്രീ കെ സുധാകരൻ ഇന്നത്തെ KPCC പ്രസിഡന്റ് ഫോറസ്റ്റ് മന്ത്രിയായിരിക്കുമ്പോഴാണ് ഇവിടെ വൈൽഡ് ലൈഫ് സാങ്ച്വറികൾ കൂടുതലായി പ്രഖ്യാപിച്ചത്. അതുപോലെ ബഫർ സോണിൻ്റെ കാര്യത്തിൽ 1 മുതൽ 10 കിലോമീറ്റർ വരെ ആകാമെന്നുള്ള അഫിഡവിറ്റ് ഫയൽ ചെയ്തത് UDF ആണ്. അപ്പോൾ ഈ ഇന്ത്യ രാജ്യത്ത് വൈൽഡ് ലൈഫ് ആക്ട് 1972 കൊണ്ടുവരുമ്പോൾ അന്ന് കോൺഗ്രസ്സാണ് അധികാരത്തിലിരുന്നത്. കാലഘട്ടപ്പെട്ടു പോയ ഒരു ആക്റ്റാണ് 1972 എന്ന് പറയുന്നത്. അതിൽ മാറ്റം വരുത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ ഇടുക്കിയിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള MP ജനങ്ങളോടൊപ്പം എന്ന് പറയുമ്പോൾ ഇത് തടയുന്നതിന് വേണ്ടി ഇതിൽ കാലാസരണമായിട്ടുള്ള മാറ്റം നടത്തുന്നതിന് വേണ്ടിയിട്ട് പാർലമെൻറ്റിൻ്റെ അകത്ത് ഉന്നയിക്കണം. 1972 ആക്ട് അനുസരിച്ച് ഈ വന്യമൃഗങ്ങളെ പിടിക്കുന്നതിനും മറ്റൊരു സ്ഥലത്ത് മാറ്റുന്നതിനും വെടിവെക്കുന്നതിനെല്ലാം ഭയങ്കര നിയന്ത്രണങ്ങളാണ് ഈ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ആക്ട് വിട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സർക്കാർ ഇതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്.